മുഖം മറച്ചുകൊണ്ടെത്തിയ 3 പേർ. വീട്ടിനുള്ളിൽ കടക്കാനുള്ള ആദ്യഘട്ടമെന്ന നിലയിലാകണം അവർ വീടിന് മുൻവശത്തുള്ള CCTV ക്യാമറകൾ മറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതിനിടയിൽ മുറിക്കുള്ളിൽ ലൈറ്റിട്ടപ്പോൾ ശ്രമം ഉപേക്ഷിച്ച് ഇവർ ഇറങ്ങി ഓടുന്നു. മോഷണശ്രമം എന്ന് സംശയിക്കുന്ന ഈ സംഭവം നടക്കുന്നത് പുനലൂർ ഇളമ്പലിനടുത്തുള്ള സ്വാഗതം ജംഗ്ഷനിലെ ഒരു വീട്ടിലാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പോടെ വീട്ടുടമസ്ഥൻ തന്നെയാണ് വീഡിയോ സഹിതം ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകുകയും ചെയ്തു. സംഭവ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് വീട്ടുടമസ്ഥൻ കൊട്ടാരക്കര മീഡിയയോട് പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സമയം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തിരുന്ന നമ്മൾ അകത്ത റൂമില് ഞാനും മോനും മോനും 9ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഞങ്ങൾ അവന് പിറ്റേ ദിവസം കൊല്ലത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞാനും മോനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അകത്ത്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അകത്ത് കിടക്കുന്ന ലൈറ്റ് കാണത്തില്ല, കാരണം പുറത്തുള്ള ക്യാമറകളുണ്ട്, ക്യാമറയുടെ ലൈറ്റ് ഉണ്ട്, പിന്നെ പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ലൈറ്റ് ഉണ്ട്. പുറത്ത് നല്ല വെട്ടമാണ്. അപ്പൊ അകത്ത് ലൈറ്റ് അവർ പുറത്ത് നിൽക്കുന്നവർ കാണില്ല. അപ്പൊ ഇവന്മാര് 3 പേര് എന്റെ മതിലിലേക്ക് കയറിയിട്ട് മതിലിൽ CCTV ക്യാമറയുണ്ട്, ആ ക്യാമറ ഇവർ മറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഇത് മറയ്ക്കാൻ നോക്കിയപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ജിപ്സം ബോർഡാണ്. നമ്മുടെ ഈ റൂഫൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജിപ്സം ബോർഡ് ഉണ്ടല്ലോ, ചാനൽ ചെയ്തിട്ട് ചാനലിനകത്ത് പറക്കിയിരുന്ന ജിപ്സം ബോർഡാണ്. മതിലിന്റെ മണ്ടേ വെച്ചാൽ ക്യാമറയിലേക്ക് ചാരി വെച്ചാൽ ക്യാമറ മറയ്ക്കാമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ സാധനം കൊണ്ടുവന്നത്. പക്ഷെ അതിനേക്കാൾ ലേശം കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു എന്റെ ഈ ടിവിയുടെ ആ മണ്ടേന്ന് ഒരു സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡിലേക്ക് ലേശം കൂടെ ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇവന്മാർക്ക് ഇത് മറിക്കാൻ പറ്റിയില്ല. അപ്പൊ അവർ കോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് മറിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഈ സമയത്ത് ഇപ്പൊ 12:4 ഞാൻ മോനെ വഴക്ക് പറഞ്ഞു. കാരണം വെച്ചാൽ പിറ്റേ ദിവസം അവന് കൊല്ലത്ത് കോമ്പറ്റീഷൻ പോകേണ്ടതാണ്. അപ്പൊ നീ ഉറക്കൊഴിയാതെ നീ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ എഴുന്നേറ്റ് പിന്നെ അവൻ ഡ്രസ്സൊക്കെ പിറ്റിനിട്ടുകൊണ്ട് അവനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് അവന്റെ റൂം ഫ്രണ്ടിലത്തെ റൂമാണ്. ആ ഫ്രണ്ടിലത്തെ റൂമിൽ ചെന്ന് ഇവൻ ലൈറ്റ് ഇട്ടപ്പോ ഇവര് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ ഉണർന്നു. അപ്പൊ അവന്മാർ പെട്ടെന്ന് ചാടി ഓടുക. അപ്പൊ അതാണ് നമ്മുടെ ആ വിഷ്വലിനകത്തുള്ളത്. അത്രയാണ് നമ്മുടെ CCTV വിഷ്വലിനകത്തുള്ളത്. ഇവരെ കുറിച്ച് ഇതുവരെ അറിവൊന്നും കിട്ടിയിട്ടില്ല. കുന്നിക്കോട് പോലീസിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തു. അപ്പം കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരല്ല. എന്തായാലും 25 വയസ്സിൽ താഴെയുള്ള ടീമുകളാണ്. അതായത് ഇവരെ എങ്ങനെയാലും കണ്ടുപിടിക്കണമല്ലോ നമുക്ക്. ഞാനതുകൊണ്ട് അത് ഫേസ്ബുക്കിൽ ഇട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം മാക്സിമം ഷെയർ ചെയ്തു. എല്ലായിടത്തേക്കും നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും.